അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു ചിക്കൻ തേങ്ങാപ്പരട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കിലോ ചിക്കന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ലപോലെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഈ ഒരു പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു റെസിപ്പിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിലേക്ക് ഞാൻ സാധാ നല്ല എരിവുള്ള ഒരു 6 വറ്റൽമുളകും പിന്നെ ഒരു 4 പിരിയൻ മുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. വറ്റൽമുളകിൻ്റെ കൂടെ പിരിയൻ മുളകും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് കുറച്ചും കൂടെ ഒരു കളറും കൂടെ കിട്ടും. നിങ്ങളുടെ ഒരു എരിവും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ഈ മുളക് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നല്ലപോലെ ഇത് നമുക്കിവിടെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഞാനിതങ്ങ് എടുത്ത് മാറ്റുകയാണ്. ഈ ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ കൂടി പോവരുത്, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കിനി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ മുളക് എടുത്ത് വെച്ച് ഈ പാത്രത്തിലേക്ക് തന്നെ ഇതും ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് ഞാൻ വീണ്ടും 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളിയും ഒരു 8 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. വറുത്തിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് നമുക്ക് തേങ്ങ ഒന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി. തേങ്ങ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഈ തേങ്ങയുടെ ചൂട് നാറി വന്നതിന് ശേഷം ഞാനിത് ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് ചതച്ചിട്ടെടുക്കണം. അരിഞ്ഞു പോവരുത്, ചെറിയതായിട്ടൊന്ന് ചതച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഈ തേങ്ങ ഒന്ന് ഇതുപോലെ ചതച്ചിട്ടെടുത്താൽ മതി. നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരുന്ന ഈ ചേരുവകളെല്ലാം കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. നന്നായിട്ട് തന്നെ ഞാനിത് ഇവിടെ നിന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിഞ്ഞു വന്നതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. നല്ല പോലെ തന്നെ ഞാൻ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മളിതൊന്ന് അരച്ചിട്ടെടുക്കുക. ഇനി ഈ പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടി കിട്ടുന്ന പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറിയതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് ഇതുപോലെ നടുക്ക് കീറി ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 2 സവാളയാണ്. സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. സവാള നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വഴണ്ടി കിട്ടണം കേട്ടോ, എന്നാലേ കറിക്ക് ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ സവാള നന്നായിട്ട് തന്നെ ഞാനിതിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഞാനിത് ഇളക്കി കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ചുവ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ഈ അരപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ബാക്കി വന്ന അരപ്പ് കഴുകിയെടുത്ത 1 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട. ആവി വന്ന് കഴിയുമ്പോഴത്തേക്കും ചിക്കനകത്തൊന്നും ആവശ്യത്തിന് വെള്ളം വരുന്നതാണ്. അപ്പോൾ ഈ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം.
ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് ഇന്ന് വേവിച്ചിട്ടെടുക്കണം. ഒരുപാട് തീങ്ങ കൂട്ടിയിടാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അത് അടി പിടിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ ചിക്കൻ നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ചിക്കൻ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഒരു റെസിപ്പിയിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കില്ല. അപ്പോൾ അതിന് പകരം ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് 1-2 ടേബിൾ സ്പൂൺ ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ചെറിയ തീയിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതൊരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് ഇന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ആണെങ്കിലും ഗരം മസാല ആണെങ്കിലും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ നിങ്ങളുടെ ഒരു എരിവും കൂടെ നോക്കിയിട്ട് ഒരു 2 നുള്ളു കുരുമുളക് പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവും കൂടെ വന്നിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ്. നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് 1-2 ടീസ്പൂൺ വരെ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂണെങ്കിലും നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റ് നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ മാത്രം ഇത് ഒഴിവാക്കിയാൽ മതി. ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ. നെയ്യും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഞാൻ ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തേങ്ങാപ്പരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കഴിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. കൂടാതെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.